ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കീറ്റോ ആൽമണ്ട് ദോസ റെസിപ്പിയാണ്. കീറ്റോ ചെയ്യുന്നവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഈ റെസിപ്പി ട്രൈ ചെയ്യാം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു 1/2 കപ്പ് ആൽമണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ കോക്കനട്ട് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കോക്കനട്ട് ഫ്ലോർ ആണ്. പിന്നെ ഒരു 3 ടീസ്പൂൺ ചെഡർ ചീസ് എടുത്തിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ അതും കൂടി ഞാനൊരു മിക്സിയിലിട്ട് നന്നായിട്ടൊരു ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ മിക്സിയിൽ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇതിൻ്റെ കൂടെ വെള്ളവും ചേർത്ത് അതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി, അത് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീയോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗീ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായി നമുക്കിതിനകത്തേക്ക് ഒഴിച്ച് പയ്യെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കുറച്ച് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഗീ അതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ നന്നായിട്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് മറുപുറവും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ദോശ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും കൂടി നമുക്ക് ചുട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് കറിയുടെ കൂടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്നിയുടെ കൂടിയോ തേങ്ങാ ചട്നിയുടെ കൂടിയോ ടൊമാറ്റോ ചട്നിയുടെ കൂടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും എൻജോയ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.